ഓം നമോ ഭഗവതേ സായിശരായ. ശ്രീ സത്യസായി ഭാഗവതം. ഭഗവാൻ മാതാപിതാക്കളോട്: പ്രേമസ്വരൂപരെ, മാതാപിതാക്കൾ ഭഗവാൻ നിയമിച്ച ജോലിക്കാരാണ്. അവരുടെ ഗൃഹത്തിൽ ഉദയം കൊണ്ട ആത്മാക്കളെ പരിപാലിച്ചു വളർത്തുവാൻ നിശ്ചയിക്കപ്പെട്ട ജോലിക്കാർ. തോട്ടക്കാരൻ യജമാനന്റെ ഉദ്യാനത്തിലെ ചെറിയ തൈ എത്രമാത്രം ശുഷ്കാന്തിയോടെ വളർത്തി വലുതാക്കാൻ ശ്രമിക്കുന്നുവോ അതുപോലെ മാതാപിതാക്കൾ മക്കളെ സംരക്ഷിക്കണം, വളർത്തണം. പവിത്രാത്മാക്കളുടെ കഥകൾ പറഞ്ഞുകൊടുത്ത് അവരിൽ സുപ്തമായിരിക്കുന്ന സദ്ഗുണങ്ങളെ ഉണർത്തി വളർത്തണം. നേരായ പാതയിലൂടെ പോകുവാൻ അവരെ ധീരന്മാരാക്കണം, ഭീരുക്കളാക്കരുത്. പിതാവായി എന്ന് അഭിമാനിക്കുന്നതിൽ വലിയ കഴമ്പില്ല. കുട്ടി ജനിച്ചതുകൊണ്ട് ആഹ്ലാദിക്കാനുമില്ല. എപ്പോഴാണോ മകന്റെ സദ്ഗുണങ്ങളെപ്പറ്റി സജ്ജനം പ്രകീർത്തിക്കുന്നത്, അതാണ് പിതാവിന് ആനന്ദിക്കുവാനുള്ള മുഹൂർത്തം. ധർമ്മിഷ്ഠരായ മക്കളെ വളർത്തിയെടുത്തവർക്ക് മാത്രമേ മാതാപിതാക്കൾ എന്ന് അഭിമാനിക്കാൻ അവകാശമുള്ളൂ. ഈശ്വരന്റെ മഹത്വത്തെക്കുറിച്ചും അവിടുത്തെ എങ്ങനെ ആരാധിക്കണം എന്നതിനെക്കുറിച്ചും മാതാപിതാക്കൾ കുട്ടികളെ ബോധവാന്മാരാക്കണം. അശരണർ എന്ന രീതിയിൽ അസംതൃപ്തരായി നിരാശരായി കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ കാണപ്പെടരുത്. എല്ലാ പ്രശ്നങ്ങൾക്കും ക്ലേശങ്ങൾക്കും ഭഗവാൻ തുണയായിട്ടുണ്ട് എന്ന ധൈര്യം നിങ്ങൾ പ്രകടിപ്പിക്കണം. അത് കണ്ടാണ് കുട്ടികൾ വളരേണ്ടത്. ഏത് പ്രകോപന സാഹചര്യത്തിലും ശാന്തനായി സത്യസന്ധമായി പ്രേമപൂർവ്വം ഇടപെടുക. എങ്കിലേ സത്യധർമ്മ ശാന്തി പ്രേമഭാവത്തിലൂടെ കുട്ടികളും വളരും. നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഫോൺ വന്നെന്ന് കരുതുക. ഫോൺ എടുത്ത മകനോട് അച്ഛൻ ഇല്ലെന്ന് പറയൂ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക: വലിയൊരു വിഷവൃക്ഷത്തിന്റെ വിത്ത് നിങ്ങൾ കുട്ടികളുടെ നിഷ്കളങ്ക മനസ്സിൽ നടുകയാണ് ചെയ്തത്. കളവ് എന്ന വിഷവൃക്ഷം. എല്ലാ മതഗ്രന്ഥങ്ങളിലെയും കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാ മഹത്തുക്കളും ജ്ഞാനികളും ഒരുപോലെ തന്നെ മഹാത്മ്യമുള്ളവരാണെന്ന് അവർ ഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ സാർവത്രികത, ഏതു ഭാഷയിൽ പ്രാർത്ഥിച്ചാലും അതെല്ലാം ഒരേ ഈശ്വരനിൽ തന്നെ ചെന്നെത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം. പുത്രിയെ വളർത്തുന്ന പിതാവിന് ഒരു വേർപാടിന്റെ നൊമ്പരം അനുഭവിച്ചേ തീരൂ. അവൾ ഭർതൃഗൃഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിതാവ് നിസ്സംഗനാകാൻ പരിശീലിക്കുക. ഒരു കാര്യം ഞാൻ വിനയപൂർവ്വം പറയുകയാണ്: കുട്ടികളുടെ ആഹാര കാര്യത്തിൽ ക്രമീകരണം വേണം. ആരോഗ്യം, ബുദ്ധിശക്തി, വികാരങ്ങൾ, പ്രചോദനങ്ങൾ ഇവയെല്ലാം വലിയൊരു അളവ് വരെ ആഹാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ബുദ്ധിപരമായ ജീവിതത്തിന്റെ അടയാളമാണ് അച്ചടക്കം. നിയന്ത്രണാതീതരായി കുട്ടികൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുവാൻ മാതാപിതാക്കൾ അനുവദിക്കരുത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം. അത്തരം ആരോഗ്യപരമായ ശീലങ്ങളാണ് കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ മാതാപിതാക്കൾ ഉറങ്ങുവാൻ പോകുന്നത് പാതിരാത്രിയിൽ. അതുവരെ വില കുറഞ്ഞ അസഭ്യമായ സിനിമകളിലോ അധപതിച്ച സംസ്കാരമുള്ള ക്ലബ്ബുകളിലോ സമയം ചെലവഴിക്കുന്നു. മാത്രമല്ല, തങ്ങൾ നാഗരികമായ പുരോഗമനപരമായ ജീവിതം നയിക്കുന്നു എന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു. മാതൃകാപരമായിരിക്കണം മാതാപിതാക്കളുടെ ജീവിത രീതി. നിങ്ങൾ പരസ്പരം കലഹിക്കരുത്, പ്രത്യേകിച്ച് മക്കളുടെ മുന്നിൽ. മാതാപിതാക്കളും അധ്യാപകരും എൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നത് അവർ കുട്ടികളുടെ മുന്നിൽ മാതൃകാപരമായി ജീവിക്കുമ്പോഴാണ്. മാതാവാണ് വീടിന്റെ, രാഷ്ട്രത്തിന്റെ, ലോകത്തിന്റെ സ്രഷ്ടാവ്. തലമുറയെ വാർത്തെടുക്കുന്നതും അവർ തന്നെ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ജ്ഞാനത്തിന്റെ, പ്രേമത്തിന്റെ, പ്രകാശത്തിന്റെ, ദിവ്യതയുടെ ദീപം തെളിക്കൂ. അമ്മയാണ് ഏത് കുട്ടിയുടെയും വളർച്ചയിലെ പ്രധാന ഘടകം. മാതൃത്വം ഭഗവാൻ കനിഞ്ഞു നൽകിയ വിലപിടിപ്പുള്ള സമ്മാനമാണ്. രാഷ്ട്രത്തിന്റെ ഭാഗ്യനിർഭാഗ്യങ്ങൾ രചിക്കുന്നതും മാതാവ് തന്നെ. അവരാണല്ലോ ആത്മാവിന് കരുത്തുള്ള പേശികൾ നൽകുന്നത്. പാപഭീതിയുള്ളവരായി, ദൈവപ്രീതിയുള്ളവരായി കുട്ടികളെ വളർത്തണം. അധ്യാപകർ പഠിപ്പിച്ചു വിടുന്ന കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ പാഠ്യഭാഗങ്ങളുമായി അവർക്കും പരിചയമുണ്ടാകണം. താമരയെ പോലെ ജീവിക്കുവാൻ കുട്ടികളെ പഠിപ്പിക്കണം. വെള്ളത്തിൽ കിടന്നാലും നനയാതിരിക്കണം. സംസാരത്തിൽ ജീവിക്കാം, പക്ഷേ സംസാരം നിങ്ങളിൽ കടക്കരുത്. ജീവിത വിജയത്തിന്റെ ഈ രഹസ്യ തത്വമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. സ്ത്രീകൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടുകാര്യങ്ങൾ ചെയ്യുവാൻ ഗൃഹനായിക എവിടെ? മാതാപിതാക്കൾ രാവിലെ ഓഫീസിലേക്ക് പോയാൽ കുട്ടികളെ സംരക്ഷിക്കുവാൻ അമ്മ എവിടെ? അമ്മ സ്കൂളിൽ പഠിപ്പിക്കുവാൻ പോയാൽ അവരുടെ മക്കളെ ആര് പഠിപ്പിക്കും? തൊഴിൽ വഴി സാമ്പത്തിക ക്ലേശം കുറയും, പക്ഷേ മറ്റു പലവിധ ക്ലേശങ്ങൾ ഉണരുകയും ചെയ്യും. സുഖ സൗകര്യങ്ങൾ കരസ്ഥമാക്കി കഴിയുമ്പോൾ ഗൃഹം ശൂന്യമാകുകയാണെന്ന് ഓർക്കുക. അമ്മയാണ് ആദ്യ ഗുരു. അമ്മ കാണിക്കുന്ന ഉദാഹരണം, ഉപദേശം, ശാസന എന്നിവ ആഴത്തിലും ദീർഘകാലവും നിലനിൽക്കുന്നു. ഭാവി തലമുറയുടെ അമ്മയാണ് സ്ത്രീകൾ. മാത്രമല്ല,
ആ തലമുറയുടെ ഗുരുവും. കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 5 വർഷം ദേഹമാതാവാണ് ജീവിത മഹത്വം കുട്ടികൾക്ക് വെളിപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് അവളുടെ ഉത്തരവാദിത്യം വലുതും നിർണായകവുമാണ്. വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ തെറ്റുകൾ ചെയ്യുന്നത് കാണുമ്പോൾ അമ്മ കുപിതയായി കഠിന ശിക്ഷ കൊടുക്കുന്നത് കാണാം. ഇത് കാണുമ്പോൾ ആശ്ചര്യം തോന്നും. ഇത്രയും സ്നേഹിച്ച പുത്രനെ എങ്ങനെ തല്ലാൻ തോന്നി? ആ ശിക്ഷയുടെ പുറകിലും മാതാവിന്റെ സ്നേഹമാണ് ഉള്ളതെന്നറിയൂ. നാമജപത്തിന്റെ അനന്തമായ ശക്തിയെക്കുറിച്ച് അമ്മ മക്കളെ പഠിപ്പിക്കണം. ശരീരവും മനസ്സും എങ്ങനെ ശുദ്ധിയാക്കാമെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കൂ. വിവേകാനന്ദൻ പറഞ്ഞ കഥയിലെ അമ്മയെ പോലെയാകണം നിങ്ങൾ. അതായത് ഏകനായി വനത്തിലൂടെ പഠിക്കുവാൻ പോകുന്ന മകനോട് ആ അമ്മ പറഞ്ഞു, മക്കളെ ധൈര്യമായി പോകൂ, ഭയം തോന്നിയാൽ കൃഷ്ണനെ വിളിച്ചാൽ മതി, ആ നിമിഷം കൃഷ്ണൻ വരും. കുട്ടി അത് വിശ്വസിച്ചു. അവന്റെ ഭീതി അകന്നു. ഉണർന്നാൽ ഉടനെ കിടക്കുന്നതിന് മുമ്പും കുട്ടികളെ നിത്യവും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. മാത്രമല്ല അമ്മ അത് സ്വയം ചെയ്യുകയും വേണം. പുകവലി, ചീട്ടുകളി, ചൂതുകളി, മദ്യപാനം, തമ്മിൽ കലഹം, അസത്യഭാഷണം, പൊങ്ങച്ചം പറയൽ ഇതെല്ലാം കുട്ടികളുടെ മുന്നിൽ തന്നെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. പിന്നെ എങ്ങനെയാണ് അവർക്ക് തങ്ങളുടെ സന്താനങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകാൻ കഴിയുക? അമ്മയാണ് കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ, എന്തിന് മാനവരാശിയുടെ നെടുന്തൂണ്. അനശ്വര ശാന്തിയേകുന്ന ആധ്യാത്മ ജീവിതത്തിന്റെ, മനഃശാന്തിയുടെ, ആന്തരിക നിശബ്ദതയുടെ, ആത്മധൈര്യത്തിന്റെ, സംതൃപ്തിയുടെ രഹസ്യം അമ്മ അറിഞ്ഞിരിക്കണം. ശാന്തി സമ്പൂർണമായ ലോകം പടുത്തുയർത്തുവാൻ അമ്മയാകുന്ന അടിത്തറ വേണം. അമ്മ ധീരയും സത്യസന്ധയും കരുണയുള്ളവളും ഭക്തയും ധർമ്മബോധമുള്ളവളുമായാൽ ശാന്തിയുഗം പിറക്കുകയായി. ആഹാരവിഹാരങ്ങളിൽ ശരിയായ നിയന്ത്രണം വേണമെന്ന കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ആഹാരം ബുദ്ധിയെ, വികാരങ്ങളെ, പ്രചോദനങ്ങളെ എല്ലാം സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് നൽകുന്ന ആഹാരം അളവിലും ഗുണത്തിലും നിയന്ത്രിതമായിരിക്കണം. അതുപോലെ തന്നെ വിനോദങ്ങൾ കുട്ടികളെ മാനസികമായി ധർമ്മമാർഗത്തിലേക്ക് ഉയർത്തുന്നതായിരിക്കണം. അവരിൽ പാപഭീതിയും ഈശ്വരപ്രീതിയും വളർത്തണം. കുടുംബം ക്ഷേത്രമാണ്. അതിലെ പ്രധാന പൂജാരി അമ്മ തന്നെ. മാനവ ഗുണങ്ങളാകുന്ന ചന്ദനത്തിരിയുടെ സുഗന്ധം വീട്ടിൽ നിറയണം. വിശ്വാസമാകുന്ന തിരിയും പ്രേമമാകുന്ന എണ്ണയും ആദരവാകുന്ന പ്രകാശവും കുടുംബത്തിലുണ്ടാകണം. മാതൃദേവോഭവ ഭാരതത്തിലൊരു പുരാതന പാരമ്പര്യമുണ്ട്. പടക്കളത്തിലേക്ക് പോകുമ്പോഴും വനത്തിലേക്ക് തപസ്സിനായി പോകുമ്പോഴും മാതാവിനെ കണ്ടു വണങ്ങി മക്കൾ അനുഗ്രഹം തേടും. ധ്രുവൻ എന്ന 6 വയസ്സുകാരൻ മാതാവിന്റെ അനുഗ്രഹവും വാങ്ങിയാണ് വനത്തിലെത്തി തപസ് ചെയ്തത്, മഹാവിഷ്ണുവിന്റെ ദർശനം നേടിയത്. അർജുനൻ പടക്കളത്തിലേക്ക് പോകും മുമ്പ് മാതൃസന്നിധിയിലെത്തി സാഷ്ടാംഗം നമസ്കരിച്ചു. കുന്തി അനുഗ്രഹിച്ചു, നിനക്ക് വിജയം ഭവിക്കട്ടെ. ദുര്യോധനും യുദ്ധത്തിനു മുമ്പ് സ്വന്തം മാതാവിനെ ചെന്ന് കണ്ട് വണങ്ങി അനുഗ്രഹം തേടി. ആ അമ്മ പറഞ്ഞു, എവിടെയാണ് ധർമ്മം അവിടെയാണ് വിജയം. അക്കാലങ്ങളിൽ മാതാവ് എന്ത് പറയുന്നുവോ അത് പ്രവചനം തന്നെയായി മാറിയിരുന്നു. അമ്മ പുത്രനെ അനുഗ്രഹിക്കുമ്പോൾ ഈശ്വരനും സന്നിഹിതനായി അരുളും. അത് അങ്ങനെ സംഭവിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹത്തിന് പുറമെ ഈശ്വര കൃപയും അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് മാതാവിനെ സന്തോഷിപ്പിക്കുന്നതിനായി എല്ലാ ശ്രമങ്ങളും മക്കൾ ചെയ്തിരിക്കണം. അമ്മയെ തൃപ്തയാക്കാതെ പുത്രന്, പുത്രിക്ക് ഒന്നും തന്നെ നേടുവാൻ കഴിയില്ല. ഭാരത സംസ്കാരവും ആചാരവും വളരെ വേഗം നഷ്ടപ്പെടുകയാണിന്ന്. വന്യമായ സംഭാഷണവും പെരുമാറ്റ രീതികളും സാർവത്രികമാകുന്നു. അന്തസ്സില്ലാത്ത വേഷങ്ങൾ യുവജനങ്ങൾ ധരിക്കുന്നു. അധപതിച്ച സിനിമാ ചിത്രങ്ങളും മറ്റും ചുവരുകളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. എന്തൊരു ദയനീയത! ഇതെല്ലാം അതിസൂക്ഷ്മമായ തലത്തിൽ അവരെ കാർന്നു തിന്നുകയാണ്. മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ ഇരിക്കുക. ബാലവികാസ് ക്ലാസുകളിലോ മറ്റ് ആധ്യാത്മിക പരിപാടികളിലോ കുട്ടികളെ അയക്കുവാൻ മാതാപിതാക്കൾ പലപ്പോഴും താല്പര്യം കാണിക്കാറില്ല. അതെല്ലാം തൊഴിലില്ലാത്തവർക്കും അലസന്മാർക്കും വേണ്ടിയെന്നാണ് അവരുടെ അഭിപ്രായം. ത്യാഗം ഒഴിവാക്കേണ്ടുന്ന ഒരു ദുരന്തമായിട്ടേ അവർ കാണുന്നുള്ളൂ. അമ്മ തന്നെ വേണം മക്കൾക്കുള്ള ഭക്ഷണം ഒരുക്കുവാനും കൊടുക്കുവാനും. പ്രേമത്തോടെ പുഞ്ചിരിയോടെ വിളമ്പുന്ന ആഹാരവും മുറുമുറുത്തുകൊണ്ട് ജോലിക്കാർ തയ്യാറാക്കുന്ന ആഹാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പാചകം ചെയ്യുന്നയാളുടെ മാനസികാവസ്ഥ ആഹാരത്തെയും അത് കഴിക്കുന്നയാളുടെ മനോനിലയെയും ബാധിക്കും. പോലീസും അധ്യാപകരും രാജ്യത്തെ ശാന്തിയും ഐശ്വര്യവും കാക്കുന്നുവെന്ന് ചിലർ പറയുന്നു. അവരോടൊപ്പം ഞാൻ മൂന്നാമതായി മാതാപിതാക്കളെ കൂടിച്ചേർക്കുന്നു. പടവലം വളർത്തുന്നത് നിങ്ങൾ കണ്ടിരിക്കും. കായ്ക്കാൻ തുടങ്ങുമ്പോൾ തോട്ടക്കാരൻ അതിന്റെ ചുവട്ടിൽ കല്ല് കെട്ടി തൂക്കുന്നു. ആ ഭാരം കൊണ്ട് പടവലങ്ങ് നേരെയാകും. അല്പം കൂടി മൂപ്പെത്തുമ്പോൾ മുൻപത്തേക്കാൾ ഭാരമുള്ള കല്ല് കെട്ടുന്നു. പ്രായമേറും തോറും അച്ചടക്കത്തിന്റെ കാർക്കശ്യവും കൂടണം. അപ്പോൾ കുട്ടികൾ ആരോഗ്യത്തോടെ നേരായ മാർഗത്തിൽ വളർന്നു വരും. തന്നിഷ്ടം പോലെ കുട്ടിയെ വളരാൻ അനുവദിക്കുന്ന, അമിത സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സിദ്ധാന്തമുണ്ട്.
മാതാപിതാക്കൾക്ക് അവിടെ നിയന്ത്രണാവകാശം വളരെ കുറവാണ്. എന്നാൽ ഇതുകൊണ്ട് കുട്ടിക്ക് തനിക്ക് താൻ പോരുമ തോന്നും. അവനിൽ മൃഗീയ വാസനകൾ വളരും. സമൂഹത്തിന് അതുകൊണ്ട് തന്നെ തലവേദനയും. പഴയ കാലത്ത് ഗർഭവതികളായിരിക്കുന്ന സ്ത്രീകൾ ഭഗവത് കഥകൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിരുന്നു. അതുകൊണ്ട് മാനസികമായി ഒരു ഉയർന്ന തലത്തിലായിരുന്നു അവർ. അതിന്റെ തരംഗങ്ങൾ ഗർഭസ്ഥ ശിശുവിലും ഉണ്ടായി. എന്നാൽ ഇന്ന് ആസന്ന പ്രസവകൾ ദിവസം 3 എന്ന വിധം സിനിമ കാണുന്നു. അങ്ങനെയുള്ളവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ താഴ്ന്ന മനോനിലവാരമുള്ളവരായിത്തീരുന്നു. ആവശ്യപ്പെടുന്ന അത്രയും പണം നൽകിയും വിചിത്ര വേഷവിധാനങ്ങൾ വാങ്ങിക്കൊടുത്തും കാറും മോട്ടോർ സൈക്കിളും ഇട്ട് സമ്മാനിച്ചും തോന്നിയ പോലെ എവിടെയും അലയാൻ അനുവദിച്ചും മാതാപിതാക്കൾ കുട്ടികളെ നശിപ്പിക്കുകയാണിന്ന്. മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന സദാചാര കഥകൾ കുട്ടികളിൽ പതിയുമെന്നും നിശബ്ദമായും സഹജമായും അവരെ സ്പർശിക്കുമെന്നും മനസ്സിലാക്കുക. പ്രഹ്ലാദൻ, ധ്രുവൻ മുതലായ ഈശ്വരഭക്തി നിറഞ്ഞിരുന്ന കുട്ടികളെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അവർ കഴിഞ്ഞുപോയ യുഗങ്ങളിലാണ് ജീവിച്ചിരുന്നത്. ആ വിധത്തിലുള്ള കുട്ടികൾ ഈ യുഗത്തിലും ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നു. അവരുടെ അചഞ്ചലമായ ഭക്തി കൊണ്ടും നിഷ്കപടമായ സമർപ്പണം കൊണ്ടും അവർ ധാരാളം ഹിരണ്യകശിപ്പുക്കളെ നവീകരിക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങൾ തീരെ ചെറിയ കുട്ടികൾക്കും പിഞ്ചു പൈതങ്ങൾക്കും വേണ്ടി ബാലവിഹാറുകൾ തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പുരാതന രാജ്യത്തിന്റെ സംസ്കാരത്തെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും വേണ്ട പ്രേരണ അവർക്ക് നൽകുക. ഇന്ന് വിദ്യാലയങ്ങൾ ഇവ നൽകുവാൻ ആഗ്രഹിക്കുകയോ തയ്യാറാവുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് വേരുകളിൽ നിന്നും പറിച്ചു മാറ്റപ്പെട്ടവരായി കുട്ടികൾ വളർന്നു വരുന്നു. അവർ ജാക്കിനെയും ജില്ലിനെയും കുറിച്ച് പാടുന്നു, അല്ലാതെ രാമനെയും സീതയെയും കുറിച്ചല്ല പാടുന്നത്. അവർക്ക് റോബിൻ, റാവേൽ എന്നീ പക്ഷികളെ അറിയാം, കാക്കയെയും മയിലിനെയും അറിയില്ല. ബ്രേക്കില്ലാത്ത കാറുകൾ പോലെയാണ് കുട്ടികൾ ഇന്ന് ചുറ്റി നടക്കുന്നത്. നിയന്ത്രണത്തെക്കുറിച്ച് നീരസമുള്ളവരായി, മുതിർന്നവരെ കുറിച്ച് നിന്ദയുള്ളവരായി ബാലന്മാരും ബാലികമാരും വളരുന്നു. സേവനത്തിലൂടെ ഒരാൾക്ക് നേടുവാൻ സാധിക്കുന്ന ആനന്ദം എന്താണെന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. സംയോജിതമായി സേവനം ചെയ്യുവാൻ അവരെ പഠിപ്പിക്കുക. ഓം തത്സത്.